ഒരു വിലപ്പെട്ട ആസ്തിയായാണ് സ്വർണ്ണത്തെ ഒട്ടുമിക്ക ഇന്ത്യക്കാരും കാണുന്നത്. എന്നാൽ ഇന്ന് ഓരോ ദിവസവും റെക്കോർഡിട്ട് കുതിക്കുകയാണ് സ്വർണ്ണവില. 22 ക്യാരറ്റിന്റെ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലി അടക്കം 1.5 ലക്ഷത്തോളം നൽകേണ്ടി വരും. അതിനാൽ പലരും ഇപ്പോൾ 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളോടാണ് താല്പര്യം കൂടുതൽ കാണിക്കുന്നത്. ആശ്വാസത്തിന് വകയില്ല. ആഭരണപ്രേമികളെ നിരാശയിലാക്കി സ്വർണ്ണവില അങ്ങനെ കുതിക്കുകയാണ്. ഒരിടത്ത് ഉറച്ചു നിൽക്കാതെയാണ് ഈ ചാഞ്ചാട്ടം. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി രേഖപ്പെടുത്തിയ വില. ഇന്നലെ രാവിലെ വലിയ രീതിയിൽ കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് ഇന്ന് ആഭരണം വാങ്ങാൻ കാത്തുനിന്നവർക്ക് ഞെട്ടലുണ്ടാക്കി വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വില വർധനവ് തന്നെയാണ് കേരളത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് 1,17,720 രൂപയിലാണ് വ്യാപാരം. ഒരു ഗ്രാമിനാകട്ടെ 14,715 രൂപയും. എന്നാൽ ആശ്വാസമായി 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് ഗ്രാമിന് 12,160 രൂപയും പവന് 97,280 രൂപയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റെക്കോർഡ് കുതിപ്പായിരുന്നു 18 ക്യാരറ്റ് സ്വർണവും കാഴ്ചവെച്ചത്. സ്വർണ്ണവില വലിയ തോതിൽ മുന്നേറ്റം തുടങ്ങുമ്പോൾ വൻ വീഴ്ചയ്ക്ക് ശേഷം ക്ഷീണം മാറ്റി കുതിക്കുമ്പോൾ ട്രെൻഡ് മാറി വരികയാണ്. രാജ്യാന്തര വിപണിയിലും ഇന്ത്യയിലും വില ഒരു ദിവസം പലതവണയായാണ് വർദ്ധിക്കുന്നത്. സ്വർണം ഇന്ത്യയിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു വിലപ്പെട്ട ആസ്തി തന്നെയാണ്. അതായത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ ഇത് മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ദിനംപ്രതി വില വർദ്ധിച്ചു വരുമ്പോഴും ആളുകൾ അമൂല്യ വസ്തുവായി കണ്ട് എത്ര വില കൊടുത്തും സ്വർണം വാങ്ങുന്ന താല്പര്യം മലയാളികൾക്കുമുണ്ട്. ആഭരണമായി ധരിക്കാനും നിക്ഷേപമായി സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന സ്വർണം വിവിധ ക്യാരറ്റുകളിൽ ഇന്ന് വിപണിയിൽ ലഭ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ 18 ക്യാരറ്റ് സ്വർണം മാത്രമാണ് വർഷങ്ങളായി ആശ്വാസമുണ്ടാകുന്നതും ജനപ്രീതി കൈവരിച്ച് ആളുകൾ വാങ്ങിക്കുന്നത്. കാരണം ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണം വാങ്ങണമെങ്കിൽ ഇന്ന് ഒരു കുടുംബം വിറ്റാൽ മാത്രമാണ് സാധ്യമാകൂ. എന്നാൽ ഒരു പവൻ 18 ക്യാരറ്റ് സ്വർണമാണെങ്കിൽ തെല്ലും ആശ്വാസം ലഭിക്കും. ഇന്ന് ഒരു പവൻ 18 ക്യാരറ്റ് സ്വർണമുണ്ടെങ്കിൽ അവനും ലക്ഷാധിപതി തന്നെയാണ്. തനി തങ്കം തന്നെയാണോ 18 ക്യാരറ്റ് എന്ന സ്വർണം പലപ്പോഴുമുണ്ട്. എന്നാൽ 18 ക്യാരറ്റ് സ്വർണത്തിൽ 75% ശുദ്ധ സ്വർണവും 25% മറ്റ് ലോഹങ്ങളും, അതായത് കാപ്പർ, സിൽവർ, നിക്കൽ മുതലായവയാണ് അടങ്ങിയിരിക്കുന്നത്. 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് എന്നിവയേക്കാൾ കുറവ് സ്വർണത്തിന്റെ അംശമാണ് 18 ക്യാരറ്റിനുള്ളത്. എന്നാലും ഈ രണ്ടിനെയും അപേക്ഷിച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് എന്ന നിലയിൽ 18 ക്യാരറ്റ് സ്വർണം മുന്നിട്ടു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് സ്വർണം കൂടുതലുള്ള ആഭരണങ്ങളെക്കാൾ അധികം സുരക്ഷിതമാണ് 18 ക്യാരറ്റ്. ദിവസേന ഉപയോഗിക്കാൻ ഇത് നല്ലതാണ്. എന്നാൽ ഇതുമാത്രമല്ല, ഒരു പവന് 1 ലക്ഷം ചിലവാക്കിയാൽ 18 ക്യാരറ്റ് സ്വർണം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ 22 ക്യാരറ്റിനേക്കാളും പരിശുദ്ധി കുറഞ്ഞ 18 ക്യാരറ്റ് സ്വർണം വാങ്ങി വെക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ എന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. കാരണം 18 ക്യാരറ്റ് സ്വർണം ആളുകൾ അന്വേഷിച്ചു വരുന്ന പതിവ് കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. 18 ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളുമാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നം, 18 ക്യാരറ്റ് സ്വർണം വാങ്ങുമ്പോഴും അതിന് പണിക്കൂലിയടക്കം വലിയൊരു തുക നിങ്ങൾ നൽകേണ്ടി വരും. തിരിച്ചു വിൽക്കുമ്പോൾ 18 ക്യാരറ്റ് സ്വർണത്തിന് ഒരുപാട് വില കുറവാണ് ലഭിക്കുക. പണിക്കൂലിയടക്കം വലിയ തോതിൽ പണം നഷ്ടമാകുന്ന സാഹചര്യമാണ് 18 ക്യാരറ്റ് സ്വർണം വാങ്ങുമ്പോൾ. അതുകൊണ്ട് ആളുകൾ സ്വർണം വാങ്ങുമ്പോൾ കൃത്യമായി പഠിച്ചു മാത്രം ആഭരണങ്ങൾ വാങ്ങിക്കുക. ചെറിയ തുകയ്ക്ക് നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ 18 ക്യാരറ്റിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കൂടുതലായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എപ്പോഴും 22 ക്യാരറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ 1,28,000 രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് പറയുന്നത്. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1,16,00,000 രൂപ മാത്രമാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ 18 ക്യാരറ്റിന് വീണ്ടും താഴേക്ക് പോകും വില. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.